കുറച്ച് നാൾ കൂടി ഇന്ന് മുറ്റത്തിറങ്ങിയപ്പോഴാണ് വെള്ളക്കെട്ടൊന്നും ഇല്ലാതെ കാണുന്നത്. മറ്റേത് എന്നും മഴയാണ്. രാവിലെ നോക്കുമ്പോഴും മുറ്റം മൊത്തവും വൃത്തികേടായിട്ട് ഇങ്ങനെ കിടക്കും. വെള്ള നനവും കരിയിലയും എല്ലാം കൂടെ ആയിട്ട് ഒരു കുഴഞ്ഞ മട്ടിൽ കിടക്കും. അപ്പോൾ കുറച്ച് ദിവസം കൂടി ഇന്നാണ് ഒന്ന് ഫ്രഷ് ആയിട്ട് കിടക്കുന്നത്. രാവിലെ എണീറ്റ് മുറ്റത്തൂടെയൊക്കെ നടക്കുമ്പോഴാണ് എനിക്കൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ വെറുതെ വീടിനകത്ത് തന്നെ ഇരിക്കാതെ മുറ്റത്തൊക്കെ ഇങ്ങനെ രാവിലെ നടക്കും. അപ്പോൾ ഇവിടെ മുറ്റത്ത് തന്നെ ഒരു പേരമരം നിൽപ്പുണ്ട്. അപ്പോൾ അതിലിങ്ങനെ പേരയ്ക്ക നിൽപ്പുണ്ട്. അത് രാത്രിയിലാകുമ്പം ചെറിയ കിളികളൊക്കെ വന്ന് കൊത്തി അത് നമുക്ക് പിന്നെ കിട്ടത്തില്ല. രാവിലെ നോക്കുമ്പോൾ കിട്ടത്തില്ല. അതാ നല്ല പഴുത്ത് നിൽക്കുന്ന പേരയ്ക്കയാണ്. അപ്പം കുറച്ച് നേരം കൂടെ കഴിഞ്ഞ് രാവിലെ നല്ല കിളികളൊക്കെ വന്ന് ഇങ്ങനെ കൊത്തി തിന്നും. നമുക്കത് കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ നമുക്കൊന്നും കിട്ടത്തില്ലെന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇത് ഞാനിങ്ങനെ പിച്ചിയെടുക്കുകയാണ്. എന്നിട്ട് ഞാനിങ്ങനെ കടിച്ച് കഴിച്ചിങ്ങനെ കഴിച്ചുകൊണ്ടങ്ങ് നടന്നു പോകും. നമ്മൾ പിച്ചി അന്നേരം തന്നെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ നിങ്ങൾ ഈ മുളക് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതിന് നല്ല മണമാണ്. ഇങ്ങനെ നല്ല ചുവന്ന് തൊടുത്ത് ഇതിൻ്റെ ഇലകൾക്കിടയിൽ ഇങ്ങനെ കാണും. നല്ല മണവും എരിയും ഒക്കെയാണ്. മീനിനകത്തൊക്കെ ഇട്ടാൽ നല്ല മണമാണ്. നമ്മളിവിടെ ഉണ്ടമുളക് എന്നൊക്കെയാണ് പറയുന്നത്. രാവിലെ കുറച്ച് നേരം ഞാനിങ്ങനെ ഇതിനകത്തൊക്കെ നോക്കി പത്രമൊക്കെ ആയിട്ട് നടന്നു പോവുകയാണ്. ഇനി വേണം നമുക്ക് അടുക്കളയിലോട്ടൊന്ന് കയറാൻ. ഇങ്ങനെ നടക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജിയാണ് ഫീൽ ചെയ്യുന്നത്. വല്ലാത്തൊരു ഉന്മേഷമാണ്. നമ്മൾ തെർമൽ കുക്കറിൽ വെക്കുന്നതുകൊണ്ട് ചോറാക്കി എടുക്കാൻ അധികം സമയം വേണ്ട. പിന്നെ നമ്മൾ കറികളും കാപ്പിയും ഉണ്ടാക്കിയെടുക്കുന്ന സമയമേ ആകത്തുള്ളൂ രാവിലെ. ചോറ് ഞാൻ ഇൻഡക്ഷനിൽ വെച്ചങ്ങ് എടുക്കും. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ തിളച്ച് കിട്ടുകയും ചെയ്യും. നമുക്ക് നമ്മുടെ സമയം ലാഭിക്കാം. രാവിലത്തെ ജോലികളപ്പോൾ പെട്ടെന്ന് കഴിയുകയും ചെയ്യും. ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങുന്ന മീനൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തൊന്ന് തണുപ്പ് മാറാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്നപ്പോഴേക്കും തണുപ്പ് മാറിയിട്ടുണ്ട്. ഇനി നമുക്കത് മസാലയൊക്കെ പുരട്ടിയൊന്ന് വെക്കണം. കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മീൻ ഫ്രൈ ചെയ്യുമ്പോൾ ഒരു ടേസ്റ്റൊക്കെ കാണാം. ഞാനിതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് എന്നിവ ചേർത്താണ് ഇങ്ങനെ മസാല ചേർത്ത് വെക്കുന്നത്. അപ്പോൾ നമുക്കത് കുറച്ച് നേരത്തേക്ക് വെച്ചേക്കാം. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ പഴം ഇരിപ്പുണ്ട്. അപ്പം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. പഴം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു പുട്ടും പഴവും ഉണ്ടാക്കാം. കുറച്ച് ദിവസമായി ഉണ്ടാക്കിയിട്ട്. അപ്പം പിള്ളേർക്കായാലും നല്ല ഇഷ്ടമാണ് പുട്ടും പഴവും. ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. അപ്പം ഇനി നമുക്ക് മാവൊന്ന് നനച്ച് വെക്കാം. ഞാൻ പുട്ട് പുഴുങ്ങുന്നതിന് കുറച്ച് നേരം മുന്നേ തന്നെ മാവ് നനച്ചൊന്ന് റെഡിയാക്കി വെച്ചിരിക്കും. അപ്പോൾ നമ്മൾ എടുക്കുമ്പോഴേക്കും നല്ലതായിട്ടിരിക്കും. പുട്ട് പുഴുങ്ങുമ്പോഴും നല്ല അടിപൊളിയായിട്ട് കുറച്ച് നേരം നനച്ച് വെച്ചിരുന്നാൽ നമുക്ക് പിന്നെ മനസ്സിലാക്കാനും പറ്റും അതിൽ വെള്ളം നനവ് കുറവുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കാൻ പറ്റും. അപ്പം കുറച്ച് നേരത്തെ തന്നെ നമ്മൾ നനച്ച് വെച്ചിരുന്നാൽ നമുക്ക് അറിയാൻ പറ്റും നനവ് എത്രത്തോളം വേണമെന്നും കുറവുണ്ടോ എന്നൊക്കെ ഉള്ളത്. അതുകൊണ്ട് ഞാൻ എപ്പോഴും കുറച്ച് നേരത്തെ തന്നെ നനച്ച് വെക്കാറാണ് പതിവ്. ഇനി നമുക്ക് രാവിലത്തെ ആവശ്യത്തിനുള്ള തേങ്ങ എടുക്കണം. അപ്പോൾ ഇവിടെ തേങ്ങ വാങ്ങിക്കാറാണ് പതിവ്. അപ്പം തേങ്ങ ഈ പ്രാവശ്യം വാങ്ങിച്ച തേങ്ങ എത്ര നമ്മൾ എടുത്തിങ്ങനെ എപ്പോൾ പൊട്ടിച്ച് നോക്കിയാലും അതിങ്ങനെ കഴന്ന് ഇങ്ങനെ വരികയാണ്. അപ്പം ഇളവി ഇങ്ങ് വരിക. അപ്പം ഒരുപാട് മൂപ്പത്തിയതായതുകൊണ്ടൊന്നും എന്താണെന്ന് അറിയാൻ വയ്യ. എപ്പോഴും ഇങ്ങനെയാണ്. ഇപ്പം എപ്പോഴും കഴന്നിങ്ങനെ വരിക. നമ്മൾ പിന്നെ മിക്സിയിലിട്ട് ഇങ്ങനെ അടിച്ച് റെഡിയാക്കി എടുത്തിട്ടേ അരയ്ക്കാനൊക്കെ പറ്റുള്ളൂ. അതെനിക്കൊരു ബുദ്ധിമുട്ടാണ് രാവിലെ ഇപ്പോൾ തോരനൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരുപാട് ഇങ്ങനെ പൊടിഞ്ഞ തേങ്ങ എനിക്ക് അത്ര ഇഷ്ടമല്ല. നമ്മൾ ചില സമയത്ത് ഞാൻ മിക്സിയിൽ ഇങ്ങനെ ആക്കുമ്പോഴേക്കും നല്ലോണം അങ്ങ് പൊടിഞ്ഞു പോകും. അപ്പം നമുക്ക് അതത്ര എനിക്കൊരു സുഖമായിട്ട് തോന്നത്തില്ല. ഇതിനിടയ്ക്ക് ഞാൻ ചായ ഉണ്ടാക്കാൻ വെച്ചിരുന്നു. അപ്പം ദാണ്ടെ ചായ നമ്മൾ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലോണം ഒന്ന് അടിച്ചെടുക്കുവാണ് ചായ. ഇങ്ങനെ അടിച്ചെടുക്കുമ്പോൾ ഒന്നും കൂടെ നല്ലതുപോലെ പതഞ്ഞ് നല്ല ടേസ്റ്റിലാവും ചായ. നമുക്കിനി നേരത്തെ പുരട്ടി വെച്ചിരിക്കുന്ന മീനെടുത്ത് വറുക്കാനായിട്ട് വെക്കാം. അപ്പം മീൻ വറുക്കുമ്പോഴത്തേക്കും നമുക്ക് തോരനും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാം. നമ്മളിന്ന് ക്യാബേജ് തോരനാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാം. നമുക്ക് നല്ല ടേസ്റ്റുമാണ്. ഇതിനിടയ്ക്ക് ഞാൻ ചമ്മന്തിയും കൂടെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിയാണ്. ഞാൻ ചമ്മന്തിയുടെ റെസിപ്പി വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇടയ്ക്ക് തോരനും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഞാനിപ്പോൾ അരപ്പൊക്കെ ചേർത്തിട്ടുണ്ട്. എല്ലാം പെട്ടെന്ന് ചെയ്യുവാണ് കേട്ടോ. സമയം അങ്ങ് പോകുന്നതുകൊണ്ട് പെട്ടെന്ന് ചെയ്യുവാണ്. ഇനി നമുക്ക് പുട്ട് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ആ തേങ്ങയൊക്കെ ഇട്ട് കൊടുത്ത് മാവ് ഇട്ട് കൊടുത്ത് ഇനി ഒന്നും കൂടി ഒന്ന് തേങ്ങ ഇട്ട് കൊടുത്ത് പിന്നെയും മാവിട്ട് കൊടുത്ത് അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം പലരും പല രീതിയിലല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഇതിനകത്ത് വെള്ളമൊക്കെ വലിഞ്ഞ് ആവശ്യത്തിനുള്ള പരുവത്തിലിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നേരത്തെ ഒന്ന് റെഡിയാക്കി വെക്കുവാണെങ്കിൽ നമുക്ക് നമ്മുടെ സമയമാകുമ്പോഴത്തേക്ക് എളുപ്പത്തിൽ നമുക്ക് വെള്ളമൊക്കെ വലിഞ്ഞ് ഒരു പരുവത്തിനായിട്ടിരിക്കും. നമ്മുടെ തോരനും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മളെ വീട്ടിലുണ്ടാക്കിയെടുത്ത തൈര് തന്നെയാണ്. അപ്പോൾ അത് ലഞ്ചിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മാറ്റി വെക്കുവാണ്. ഇപ്പോൾ ഇതാ പുട്ടിൽ നിന്ന് ആവിയൊക്കെ വന്നിട്ടുണ്ട്. പുട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ ഒരു കാസറോളിലേക്ക് മാറ്റാം.
ഇനി നമുക്ക് ലഞ്ചൊക്കെ പാക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് സമയം വേണം ഇനി. ഇന്നത്തെ നമ്മുടെ ഊണ് ചോറ്, ചമ്മന്തി, അതേപോലെ ഞാൻ ഇന്നലെ ഇട്ടതാണ് മാങ്ങ അച്ചാർ, അതേപോലെ വേണ്ടേ നമ്മുടെ ക്യാബേജ് തോരൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മീൻ വറുത്തിട്ടുണ്ട് നമ്മൾ. ഇത്രയൊക്കെയാണ് ഇന്നത്തെ ലഞ്ച് റെസിപ്പീസ്. അപ്പോൾ രാവിലെ തന്നെ നല്ല തിരക്കായിരുന്നു. അതിൻ്റെ കൂട്ടത്തിലാണ് ഇത്രയും കൂടെ വീഡിയോ ഒക്കെ എടുത്ത് കുറച്ച് സമയം അങ്ങനെ അങ്ങ് പോയി. തൈരും കൂടെ ഉണ്ടേ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.